നമസ്തേ, വെൽക്കം ടു വേൾഡ് ചാനൽ ദ വിൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാറോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസണായിട്ടായിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 times അവരുടെ നെയിം പറയുക. ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്, ടി ഓഫ് കൺഫർമേഷൻസ് അല്ലെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് DM ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. നമുക്ക് ചെക്ക് ചെയ്യാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? ഓക്കെ, 7 of Pentacles, 10 of Swords, അത് കഴിഞ്ഞ് 3 of Cups ആണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. Page of Pentacles and the Fool. Bottom of the deck, sorry. Page of Pentacles and Fool. Bottom of the deck, Queen of Wands in energies. ഓക്കെ, ഇവിടുത്തെ എനർജീസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഇവിടെ നിങ്ങളുടെ വ്യക്തി വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള രീതിയിൽ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് എന്താണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്കും ഈ റിലേഷനിൽ ഒരു റീകൺസിലേഷൻ വേണം എന്ന് ആഗ്രഹമുണ്ട്. ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ആവുന്നതാവാം. നിങ്ങളുടെ പ്രേയേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ദുവ ഒക്കെ ആണെങ്കിലും ദുവ ചെയ്യാന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഇതൊക്കെ മാനിഫെസ്റ്റ് ആവുന്നുണ്ടാവാം. അപ്പം നിങ്ങൾ എന്ത് തരത്തിലുള്ള നിങ്ങൾ പ്രേയേഴ്സ് ചെയ്താലും അത് മാനിഫെസ്റ്റ് ആണ്. അത് എന്തെങ്കിലും ടെക്നിക്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും മാനിഫെസ്റ്റേഷൻ ആണ്. അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്നുള്ള രീതിക്ക് ഇവിടെ വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്കിവിടെ കാണാൻ പറ്റും. നിങ്ങളുടെ പ്രേയേഴ്സ് വർക്കൗട്ട് ആവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രെയർ ഡിവൈൻ കേൾക്കുന്നുണ്ട്. അഗെയിൻ നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ എനർജീസ് എന്താണ് ഈ ഒരു ടൈമിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറീസ്, ആ ഒരു മൊമെൻറ്റ്സ്, അത് അവർ ഭയങ്കരമായിട്ടും ഇൻറ്റൻസ് ആയിട്ടുള്ള രീതിയിൽ ആഗ്രഹിക്കുകയാണ്. വീണ്ടും അത് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുകയാണ്. ആ ഒരു മെമ്മറീസിനെ കുറിച്ചിട്ട് ചിന്തിച്ച് അതിലിങ്ങനെ മുഴുകിയിരിക്കുന്ന ഒരു എനർജി എനിക്കിവിടെ കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു ഓർമ്മകളിലായിരിക്കാം ഇന്നും ഈ ഒരു വ്യക്തി ജീവിക്കുന്നുള്ളത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഷുഗർ കോട്ട് ആണല്ലോ പറയുന്നതെന്ന്. പക്ഷേ ഇത് ഷുഗർ കോട്ടല്ല, നമ്മൾ ഷുഗർ കോട്ട് ചെയ്യാറുമില്ല. പക്ഷെ നിങ്ങളുടെ ഈ ഒരു ടൈമിൽ എനിക്ക് ഈ ഒരു വ്യക്തിയുടെ എനർജീസിൽ, നിങ്ങളുടെ ഓർമ്മകളിൽ ഈ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ട് തന്നെ എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവർ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട് നന്നായിട്ട്. എന്തുകൊണ്ട് ചിന്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ക്യൂൻ ഓഫ് വാൻഡ്സ് ആയതുകൊണ്ടാണ് ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം നിങ്ങളിപ്പം ഈ ഒരു വ്യക്തിയുടെ പുറകെ ബെഗ് ചെയ്യുന്നില്ല, ഇവരെ ചേസ് ചെയ്യുന്നില്ല, എനിക്ക് അറ്റൻഷൻ തരണേ, ഈ റിലേഷൻഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്യണേ എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്നു, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നു. പക്ഷെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെയധികം അടിപൊളിയായിരിക്കാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് കറക്റ്റാണ് ഈ ഒരു ടൈമിൽ. കാരണം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ട് യെസ്, ഈ ഒരു വ്യക്തി റിട്ടേൺ എന്നിലേക്ക് തന്നെ വരും എന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ടെങ്കിൽ അത് കറക്റ്റാണ്. ഈ ഒരു വ്യക്തി ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാനായിട്ടുള്ളതാണ്. ഉറപ്പായും ഈ ഒരു വ്യക്തി തിരിച്ചു വരും. അത് എത്രയൊക്കെ നാളുകളായി, ഇപ്പം നിങ്ങളുടെ ബ്രേക്കപ്പ് ആയിട്ടതിന് ശേഷം ഒരു 10 months ആയിട്ടുണ്ടാവാം, 7 months ആയിട്ടുണ്ടാവാം. എന്തൊക്കെയാണെങ്കിലും, എത്ര നാളാണെന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് തന്നെ എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം ഇവരുടെ ആ ഒരു തോട്ട്സും കാര്യങ്ങളും, അതൊരിക്കലും ഞാൻ ഈ ഒരു എനർജി കണ്ടിട്ടല്ല ഞാൻ പറയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളത്. അത് നിങ്ങളുടെ ആ ഒരു സെൽഫ് ലവിൻ്റെ ആ ഒരു ഫ്രീക്വൻസി എനർജിയാണ്. അത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫ്രീക്വൻസിയാണ്. ആ ഒരു വൈബ്രേഷൻ കൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളത്. ഒരിക്കലും ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ ഇവരെ നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് ആവാനായിട്ട്, നിങ്ങളുടെ ആ ഒരു സെൽഫ് ലവ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളെ ക്യാരി ചെയ്യുന്ന ആ ഒരു രീതി, നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു റെസ്പെക്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, അതിൽ ഈ ഒരു വ്യക്തി നന്നായിട്ട് വീണ് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ വർത്ത് മനസ്സിലാക്കി. ഞാൻ എന്താണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്നുള്ളൊരു ചോദ്യം, അങ്ങനെ ഒരു ചോദ്യം ആളോട് തന്നെ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്താണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത് എൻ്റെ ലൈഫിൽ? ഇത്രയും നമ്മൾ പറയില്ലേ, ഡയമണ്ടിനെ നമ്മളൊരു ഗോൾഡിന് വേണ്ടിയിട്ട് ഉപേക്ഷിച്ചു എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞാൽ ഇത്രയും എൻ്റെ ലൈഫിൽ ഇത്രയും വാല്യൂ ഉള്ളൊരു വ്യക്തിയെ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളൊരു തോട്ട്സ് ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ട് ഇവിടെ വരുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്.
ഓക്കെ, നെക്സ്റ്റ് നമുക്കിവിടെ എനർജീസ് ആയിട്ട് സെൻസ് ചെയ്യാൻ പറ്റുന്ന, ഓക്കെ ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ശരിയായിട്ടുള്ള കാര്യമാണ്, അത് ഞാൻ നുണ പറയില്ല. ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങളെ എല്ലാ സോഷ്യൽ സൈറ്റിൽ നിന്നും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. സ്റ്റിൽ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, ഒരു വ്യക്തി സോഷ്യൽ സൈറ്റിൽ നിന്നെല്ലാം എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചു, പിന്നെ അയാൾ എന്തിനാണ് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന്. ശരിക്കും ഗായ്സ്, നിങ്ങൾ ഈ ഒരു ട്രസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഈ ഒരു എനർജീസ് അതാണ് പറയുന്നത്, ഇവർ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. അതൊരു പക്ഷെ റീസൺ ഉണ്ടാവാം. ഒന്ന്, നിങ്ങൾ അവരുടെ അടുത്ത് നിന്നിട്ടുള്ള ആ ഒരു ലോയാലിറ്റി, നിങ്ങൾ ലോയലായിട്ടും ജെനുവിനായിട്ടും അവരുടെ മോശപ്പെട്ട സമയത്ത് നിങ്ങൾ നിന്നിട്ടുണ്ടാവും. 2, സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത്, ഇവർ നിങ്ങളെ ഫൈനാൻഷ്യലി ഒത്തിരിയധികം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഫൈനാൻഷ്യലി ഒത്തിരിയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, പോസിറ്റീവ് വേയിലാകാം, നെഗറ്റീവ് വേയിലാകാം, ഇത് നിങ്ങൾക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും എടുക്കാം. പക്ഷെ എനർജീസ് ഇതാണ് ഇവിടെ. ഇവർ നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ ഒരു വാല്യൂ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു സമയം. ഒരു പക്ഷെ അത് ഇവരുടെ സമയം ഇവർക്ക് കൊടുത്തിട്ടുള്ള ഒരു കർമ്മയാവാനും ചാൻസ് ഉണ്ട്. കാരണം നല്ല രീതിക്ക് ഫൈനാൻഷ്യൽ ക്രൈസാണ്. ജസ്റ്റ് റീസെൻ്റ് ആയിട്ടൊരു ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പം അതിനുവേണ്ടി പൈസയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെയൊക്കെ ആണെങ്കിൽ പറയുമ്പോൾ നിങ്ങൾ പൈസ ഒന്നും ആഗ്രഹിക്കാതെ റിലേഷൻഷിപ്പ്, എൻ്റെ പേഴ്സൺ അല്ലേ, ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയല്ലേ, പൈസ കൊടുത്ത് സഹായിച്ചേക്കാം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്നു. നിങ്ങൾ മേ ബി ഈ ഒരു വ്യക്തിയെ കഴിഞ്ഞ് ഫൈനാൻഷ്യലി കുറച്ചുകൂടെ ഗ്രോ ആയിട്ടുള്ള ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു വ്യക്തിയാവാം. ഓക്കെ, അപ്പം നിങ്ങൾ ഒത്തിരി അധികം ഈ ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യം ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഇത്രയും മോശപ്പെട്ടിട്ടുള്ള, ഇവരുടെ എത്ര മോശപ്പെട്ടിട്ടുള്ള സമയത്ത് നിങ്ങൾ ഇവരോട് കൂടെ നിന്നിട്ടുണ്ട്. ആ ഒരു കാര്യമാണ് ഈ ഒരു വ്യക്തി വീണ്ടും ആഗ്രഹിക്കുന്നത്. ആ ഒരു കാര്യമാണ് ഇവർ മിസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പറയില്ലേ, ഒരു മോശപ്പെട്ടിട്ടുള്ള സമയത്ത്, അല്ലെങ്കിൽ എന്താ പറയുക, എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് കാലം പലപ്പോഴും തെളിയിക്കുന്നുള്ളത്. നമ്മൾ വിചാരിക്കും ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സില്ലി ആയിട്ടുള്ള കാര്യങ്ങളാവാം, നമുക്കത് വേണ്ട എന്നുള്ള രീതിക്ക് നമ്മളത് യൂസ്ലെസ് ആണെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ടൈമിൽ അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയം വരില്ലേ? എനിക്കങ്ങനെ വന്നിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. ജസ്റ്റ് റീസെൻ്റ് ആയിട്ട് തന്നെ ഞാനൊരു എന്താ പറയുക, ഒരു സാധനം ഞാനിങ്ങനെ ഫ്ലിപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് എനിക്ക് ആ ഒരു ടൈമിൽ അതെനിക്ക് യൂസ് ആയിരുന്നു. പിന്നീട് എനിക്കത് യൂസ് ഉണ്ടായിട്ടില്ല, അപ്പോൾ ഞാൻ ജസ്റ്റ് കളഞ്ഞു. പക്ഷേ ഇന്ന് ഈ ഒരു മൊമെൻറ്റിൽ, കുറച്ച് മുമ്പ്, ഈ ഒരു റീഡിങ് എടുക്കുന്നതിന് കുറച്ച് മുമ്പ്, ഞാൻ ആ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നു. അത് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തു അത് എവിടെയാണെന്നുള്ളത്. പക്ഷെ ഞാനത് സെർച്ച് ചെയ്തപ്പോൾ എനിക്കത് കിട്ടി. പക്ഷെ അത് എന്താ പറയുക, ഞാനത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ച രീതിക്കുള്ളത് വർക്ക് ആവുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായി? ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പം എനിക്ക് പലപ്പോഴും നമ്മുടെ ലൈഫിൽ തന്നെ നമ്മളെ പല കാര്യങ്ങളും ലേൺ ചെയ്യിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു കാര്യമാണ്, പക്ഷേ ഈ ഒരു മൊമെൻറ്റിൽ എനിക്കത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ ഒരു സാധനത്തിന് പകരമായിട്ട് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് പകരമായിട്ട് എനിക്കിപ്പോൾ വേറൊരു എടുത്തുനിന്ന് പോയത് പെട്ടെന്ന് ബൈ ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ പെട്ടെന്ന് എനിക്കത് ആ ഒരു മൊമെൻറ്റിൽ അതെനിക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു എന്താ പറയുക, ആ ഒരു സാഹചര്യം ഇപ്പം നമുക്കുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് ഈ ഒരു വ്യക്തിയുടെ. ഇവർക്കിപ്പം നിങ്ങളെ നഷ്ടപ്പെടുത്തി ഓൾറെഡി കളഞ്ഞു. അത് നിങ്ങൾ യൂസ് ഇല്ല, നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ലാതെ ഈ ഒരു വ്യക്തി കളഞ്ഞു. പക്ഷേ ഈ ഒരു മൊമെൻറ്റിൽ അവർക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് ആണ്. ഇവരുടെ ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ഒരു സമയത്ത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ളൊരു എനർജി ആയിട്ടാണ് നിങ്ങളെ അവർ കാണുന്നുള്ളത്. അപ്പം ഇതിൽ നിന്നൊരു ലെസൺ നിങ്ങൾക്ക് ലേൺ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ലേൺ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ലൈഫിൽ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമ്മൾ നോക്കിക്കാണുന്ന രീതിയാണ് മെയിനായിട്ടും ഇഷ്യൂസ് വരുന്നുള്ളത്. നമ്മൾ ആ ഒരു കാര്യത്തെ ചെറുതായിട്ട് നോക്കിക്കാണുന്നെങ്കിൽ നമുക്കത് ചെറുതാണെന്ന് തോന്നും. നമ്മൾ ആ ഒരു ടൈമിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള രീതിക്ക് കരുതി വെക്കുകയാണെങ്കിൽ എപ്പോഴും അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പം നമ്മളെപ്പോഴും അവൈലബിൾ ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ആ ഒരു റിലേഷനിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നമ്മൾ അവൈലബിൾ ആകുക, അല്ലെങ്കിൽ എപ്പോഴും അവർ നമ്മളെ ഒരു ലൈറ്റായിട്ട് എടുക്കാൻ തുടങ്ങുന്ന ആ ഒരു എനർജി മുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ്ലെസ് ആണ് ആ ഒരു റിലേഷനിൽ. അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ വാല്യൂ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൊട്ടക്റ്റ് അതൊരു ജീവനുള്ളൊരു വസ്തു ആയിരിക്കില്ല. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു വ്യക്തി, ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പ്, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയും വിവരവും ഒക്കെ ഉണ്ടാവാം. നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ് എനിക്ക് ഈ റിലേഷൻഷിപ്പിൽ ആളെനിക്ക് വാല്യൂ തരുന്നില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇന്ന് വാല്യൂ തരാത്ത ഒരു വ്യക്തി ഒരു കാലത്ത് നിങ്ങൾക്ക് വാല്യൂ തരാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ എടുത്തിട്ടുള്ള ആ ഒരു ഡിസിഷൻ, ഈ ഒരു റിലേഷനിൽ നിന്ന് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇവരെ ചേസ് ചെയ്യാതിരിക്കുക എന്നെടുത്തിട്ടുള്ള ആ ഒരു ഡിസിഷൻ ഏറ്റവും നല്ലത് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ ഒരു ഡിസിഷൻ കൊണ്ട് നിങ്ങൾക്ക്
ഈ ഒരു ടൈമിൽ വലിയൊരു ലോട്ടറി അടിച്ചേക്കാണ്. അതുകൊണ്ട് അവർക്ക് അവർക്കൊരു കർമ്മ തിരിച്ചു കിട്ടുകയാണ് അവരുടെ. എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ആ ഒരു സാന്നിധ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെന്നുള്ളൊരു വ്യക്തി ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഓർക്കണം എന്നുണ്ടെങ്കിൽ അവരറിഞ്ഞോ അറിയാതെയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രയോറിറ്റി തരാതെ ഇരുന്നിട്ടുണ്ടെന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. പക്ഷേ ഇപ്പോൾ അത് ഏറ്റവും വലിയ പ്രയോറിറ്റിയിലാണ്. പക്ഷെ അത് നിങ്ങളെ ഇനി തിരിച്ചു പിടിക്കാൻ ഈ ഒരു വ്യക്തിക്ക് പറ്റില്ല. കാരണം അത് ഇവരുടെ ഈഗോ ആയിരിക്കാം. തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് തിരിച്ചു വരുന്നത്? മനസ്സിലായി? ഇതാണ് ഇവരുടെ അവസ്ഥ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആൾക്ക് എന്നോട് താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഇല്ല, ആൾക്ക് കർമ്മ കിട്ടുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അത് അങ്ങനല്ല. ഇപ്പം എനിക്കൊരു കർമ്മ കിട്ടുന്നു, ഞാനത് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിക്ക് നിങ്ങളെ കാണിക്കുന്ന ടൈമിൽ അതെൻ്റെ വിജയമാണ്. മനസ്സിലായി? അത് ഞാൻ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിജയമാണ്. അപ്പം ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തി ആ ഒരു കർമ്മ കിട്ടി എന്നുള്ള കാര്യമല്ല, ഞാനിപ്പം നിങ്ങളുടെ എനർജി, നിന്നെ ഞാൻ മിസ് ചെയ്യുന്നു എന്നുള്ള ഒരു എനർജി നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നില്ല. പക്ഷെ എന്ന് വെച്ച് കർമ്മ കിട്ടുന്നില്ല എന്നുള്ളതല്ല. കർമ്മ എപ്പോഴും നമ്മളുടെ കൺകെ തന്നെ കിട്ടണം എന്നില്ല. ആ ഒരു വ്യക്തിക്ക് കിട്ടാനുള്ള ഒരു പേഴ്സണലായിട്ടുള്ളൊരു ശിക്ഷയാണ് കർമ്മ എന്ന് പറയുന്നത്. അപ്പം അത് ഈ ഒരു വ്യക്തിക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ടൈമിൽ. ഓക്കെ, സോ ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ഈ ഒരു വ്യക്തിയുടെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്, ലൈക്ക് എന്താ പറയുക, അന്ന് ആ ഒരു ഇത്രയും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്സിൻ്റെ പേരിൽ റിലേഷനെ എൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അന്ന് ഞാൻ ആ സമയത്ത് കുറച്ച് സീരിയസ് ആയിട്ട് റിലേഷനെ എടുത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ റിലേഷന് വേണ്ടിയിട്ട് ഒരു ഈക്വൽ എഫേർട്ട് എടുത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇന്ന് ഈ ഒരു റിലേഷൻ ഈ ഒരു അവസ്ഥയിലേക്ക് വരില്ലായിരുന്നു എന്നുള്ളൊരു തോട്ട്സ് ഈ ഒരു വ്യക്തിക്ക് വരുന്നുണ്ട് ഇപ്പോൾ. അവിടെയാണ് നിങ്ങളുടെ വിജയം, നിങ്ങളുടെ സക്സസ്. ഇതൊരു പോസിറ്റീവ് എനർജിയാണ്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താ പറയുക, സെൽഫ് ലവ് ചെയ്യുക എന്നുള്ളൊരു എനർജി ഇല്ലേ, നല്ല ഡൗൺ ആണ്. പക്ഷെ എന്നാൽ പോലും ആൾ എന്താ പറയുക, കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുകയാണ്, പക്ഷെ ഹാപ്പി അല്ല. ഇതാണ് ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എപ്പോഴും ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആണോ? അല്ല. ഈ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ അത് ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് അല്ല. അത് ആ ഒരു കൈ ഇവിടേക്ക് വരണം, എന്നാലാണ് അത് ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആവുന്നത്. പക്ഷേ ഈ ഒരു കൈ എപ്പോഴും നിങ്ങളെപ്പോഴും ഇങ്ങനെ ഈ ഒരു വ്യക്തി എപ്പോഴും ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. നിങ്ങളൊരു പക്ഷേ ഇങ്ങനെ വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു വ്യക്തി എപ്പോഴും ഗിവർ ആയിട്ടാണ് ഇരുന്നിട്ടുള്ളത്. അതാണ് ഈ ഒരു റിലേഷൻഷിപ്പിന് പറ്റിപ്പോയിട്ടുള്ള ഒരു പരാജയം. ഓക്കെ, അപ്പോൾ ആൾക്കാരുടെ മിസ്റ്റേക്സ് മനസ്സിലാവുന്നുണ്ട്, റിയലൈസേഷൻ ഉണ്ട്, എന്ത് മിസ്റ്റേക്സ് ആണ് ഞാൻ ചെയ്തത് എന്നുള്ളൊരു റിയലൈസേഷൻ ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തിക്കുണ്ട്. സോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദി ബെല്ലൈക്കൻ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. പിന്നെ നിങ്ങൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം മസ്റ്റായിട്ടും. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്സ് കിട്ടുന്നുണ്ടാവുക ഞാൻ ഇടുന്ന ഉടനെ ആ ഒരു ടൈമിൽ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് വല്ലപ്പോഴും ഒക്കെ ആയിരിക്കും വീഡിയോസ് കിട്ടുന്നുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടതായിട്ട് വരും. സോ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ മസ്റ്റായിട്ടും സെലക്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.